ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് നവംബർ 22. ദുബായ് എയർ ഷോയിൽ തേജസ് യുദ്ധവിമാനം തകർന്നു, പൈലറ്റിന് ദാരുണാന്ത്യം. ദുബായ് എയർ ഷോയിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണു. അപകടത്തിൽ വിമാനത്തിന്റെ പൈലറ്റ് കൊല്ലപ്പെട്ടു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:10 ദുബായ് വേൾഡ് സെൻട്രൽ വിമാനത്താവളത്തിൽ അപകടം നടന്നത്. പൈലറ്റ് വിംഗ് കമാൻഡർ നമജ് സിയാലിനാണ് ജീവൻ നഷ്ടമായത്. അപകട കാരണം കണ്ടെത്താനായി ഇന്ത്യൻ വ്യോമസേന ഉടനടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സാങ്കേതിക തകരാറുകൾ, പൈലറ്റുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും വിശദമായ അന്വേഷണത്തിൽ പരിശോധിക്കും. ഭീമാപള്ളി ഉറൂസിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. തിരുവനന്തപുരം ഭീമാപള്ളി ദർഗ ഷെരീഫിലെ വാർഷിക ഉറൂസ് മഹോത്സവം ഇന്ന് ആരംഭിക്കും. ഡിസംബർ 2 വരെയാണ് ഉറൂസ് ആഘോഷങ്ങൾ നടക്കുക. ഉറൂസിനോട് അനുബന്ധിച്ച് കോർപ്പറേഷൻ പരിധിയിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർ ഒഴികെയുള്ള സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉറൂസിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ച CCTV ക്യാമറകൾ സ്ഥാപിച്ചു. മൊബൈൽ ടോയ്ലറ്റുകൾ, മെച്ചപ്പെട്ട ലൈറ്റിംഗ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്കായി KSRTC പ്രത്യേക ബസ് സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് 1.08 ലക്ഷത്തിലധികം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ 23,612 വാർഡുകളിലേക്ക് ആകെ 1,08,580 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ശക്തമായ ജനപങ്കാളിത്തമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. സമർപ്പിച്ച പത്രികകളിൽ 51,352 പുരുഷന്മാരും 57,227 സ്ത്രീകളുമാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഈ ഗ്രാസ് റൂട്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ശക്തമായ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇത്രയധികം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പിനായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. കോഴിക്കോട് ജില്ലയിൽ മാത്രം 9,977 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. നവംബർ 24 വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ടാകും. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. റെയിൽവേ പാലം നവീകരണം. നവംബർ 22, 23 തീയതികളിൽ ട്രെയിൻ സർവീസുകളിൽ തടസ്സം. മാവേലിക്കരിക്കും ചെങ്ങന്നൂരിനുമിടയിലുള്ള റെയിൽവേ പാലം നമ്പർ 128 സ്റ്റീൽ ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുന്ന പണികൾ നടക്കുന്നതിനാൽ നവംബർ 22, 23 തീയതികളിൽ ട്രെയിൻ സർവീസുകളിൽ മാറ്റങ്ങളുണ്ടാകും. ഈ ദിവസങ്ങളിൽ ചില ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കുകയും ചിലത് വഴിതിരിച്ചു വിടുകയും ചിലത് ഭാഗികമായി സർവീസ് അവസാനിപ്പിക്കുകയും ചെയ്യും. യാത്രക്കാർ യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനായി യാത്ര പുറപ്പെടുന്നതിന് മുൻപ് റെയിൽവേയുടെ പുതുക്കിയ സമയക്രമം പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. PV അൻവറിന്റെ വീട്ടിൽ റെയ്ഡ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് അനധികൃതമായി വായ്പകൾ നേടിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലെ മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന്റെ മലപ്പുറം ഓതയിലെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച റെയ്ഡ് നടത്തി. അൻവറും അദ്ദേഹത്തിന്റെ സഹായിയും ചേർന്ന് നിയമങ്ങൾ ലംഘിച്ച് വായ്പകൾക്ക് അനുമതി നേടിയതുമായി ബന്ധപ്പെട്ട് KFCക്ക് 22.3 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ്. സ്കൂൾ ഡ്രോപ്പ് ഔട്ട് നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം. രാജ്യത്തെ കുട്ടികളുടെ അവസ്ഥ സംബന്ധിച്ച് യുനിസെഫ് പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ ലഭിക്കാത്ത 20 ലക്ഷം കുട്ടികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ടെസ്റ്റ് ഇന്ന്. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യ. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഗുവാഹത്തിയിലെ ബർസപ്പാറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കൊൽക്കത്തയിൽ നടന്ന ആദ്യ ടെസ്റ്റിലെ വിജയത്തോടെ 1-0 മുന്നിലുള്ള ദക്ഷിണാഫ്രിക്കയെ തളച്ച് പരമ്പര സമനിലയിലാക്കുക എന്ന കടുത്ത സമ്മർദ്ദത്തിലാണ് ആതിഥേയരായ ഇന്ത്യ. ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കഴുത്തിനേറ്റ പരിക്ക് കാരണം മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കും. ഗില്ലിന്റെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പറായ ബാറ്ററായ ഋഷഭ് പന്താണ് ടീമിനെ നയിക്കുക. ഗില്ലിന് പകരം യുവതാരം സായി സുദർശൻ പ്ലേയിങ് 11-ൽ എത്താനാണ് സാധ്യത. ബർസപ്പാറ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചരിത്ര നിമിഷമാണ്. സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റ് മത്സരമാണിത്. ആദ്യ ടെസ്റ്റിൽ 30 റൺസിന്റെ അപ്രതീക്ഷിത തോൽവി വഴങ്ങിയ ഇന്ത്യക്ക് പരമ്പര നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ മത്സരം വിജയിച്ചേ മതിയാകൂ. വടക്കു കിഴക്കൻ മേഖലയിൽ സൂര്യാസ്തമയം നേരത്തെയായതിനാൽ മത്സരം സാധാരണ സമയത്തേക്കാൾ അരമണിക്കൂർ നേരത്തെ രാവിലെ 9 മണിക്ക് മത്സരം ആരംഭിക്കും. വാർത്ത തുടരും. സൈനിങ് ഓഫ്.